കാനൂർ സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ ശിശുദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. ചാച്ചാജിയുടെ വേഷം ധരിച്ചെത്തിയ ഹെഡ് മിസ്ട്രസ് റോഷിനി ജോസഫ് പരിപാടിയിൽ ശ്രദ്ധേയമായി. കാനൂർ വിമല ഹോസ്പിറ്റൽ ഡോക്ടർ ശോഭന ക്ലാസ് നയിച്ചു. ഭയങ്കര സന്തോഷമാണ്. കുട്ടികളുടെ ആ ഒരു നിഷ്കളങ്ക പ്രായവും ഈ പ്രായത്തിലൊക്കെയുള്ള കുട്ടികളുടെ പെരുമാറ്റവും എല്ലാം മനസ്സിന് കുളിർമയേകുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇന്നിപ്പോ പ്രത്യേകത എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ചാച്ചാ നെഹ്റുവിന്റെ ജന്മദിനം, അത് നിങ്ങളുടെ ദിനമായിട്ട് ആചരിക്കുന്നു, കുട്ടികളുടെ ദിനം. ഇന്നത്തെ ഡേറ്റ് എന്താ? ഇന്നത്തെ തീയതി ഏതാ? ഏതു മാസം? നവംബർ 14 ശിശുദിനമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം ആഘോഷിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാം. അപ്പൊ ഈ സമയത്ത് നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ കൂടി കേട്ടൂടെ? നമ്മുടെ വ്യക്തിഗതമായി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധി ആദ്യം തന്നെ നോക്കണം. അപ്പോൾ ഈ കുളി കഴിയുമ്പോൾ കുറെ അഴുക്കുകളൊക്കെ പോയി കഴിയുമ്പോഴേക്കും ആ സ്കിൻ വളരെ തൊലിക്ക് നല്ല ഒരു ഇത് കിട്ടും. അതുകൊണ്ട് രോഗാണുക്കൾ കയറുന്നത് കുറെ തടയാൻ സാധിക്കും. അപ്പൊ അസുഖങ്ങൾ അധികം വരില്ല. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള ശുചിത്വങ്ങള്, ശീലങ്ങള് കുട്ടിക്കാലം മുതലേ പാലിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഫസ്റ്റ് എയ്ഡ് സംബന്ധിച്ച വളരെ നല്ല ഒരു ഡെമോയാണ് നമ്മുടെ ചേച്ചിമാർ ഇവിടെ കാണിച്ചു തന്നത്. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക, വീടുകളിൽ ചെന്ന് പറയുക. ഓക്കെ, അതോടൊപ്പം നമുക്കിന്ന് ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ കാഞ്ഞൂര് വിമല ഹോസ്പിറ്റലിൽ പോകാത്ത ആരെങ്കിലും ഉണ്ടോ? ഇവിടെ പോയിട്ടുണ്ടോ? യെസ്, അവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഡോക്ടേഴ്സിനെ കാണാനും നമ്മുടെ പേരൻസിനോടൊപ്പം ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാഞ്ഞൂരിൻ്റെ സ്വന്തം ഡോക്ടറാണ് ഡോക്ടർ ശോഭന ടീച്ചർ. ഈ കാഞ്ഞൂര് നാട്ടിൽ വന്നിട്ട് ഏതാണ്ട് ഒരു 22 വർഷങ്ങളായി. തുടർന്ന് നഴ്സുമാരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ്, സ്കിറ്റ് എന്നിവയുണ്ടായി. I felt like someone screamed that you passed out or fainted. Yes, little kitties, fainting is pretty common amongst humans. ഇതുപോലെ നമ്മുടെ വീട്ടിലോ നമ്മുടെ കൂട്ടുകാർക്കോ എവിടെയെങ്കിലും ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അവരെ രക്ഷിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യമേ തന്നെ എന്ത് ചെയ്യണം? കറക്റ്റ്, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഷോക്ക് അടിച്ച ആളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യമേ തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? അതിനുശേഷം ഷോക്ക് അടിച്ചാലിപ്പോ ചെരിഞ്ഞൊക്കെ ആയിരിക്കും കിടക്കുന്നത്, ചെരിഞ്ഞോ മറിഞ്ഞോ ഒക്കെ ആയിരിക്കണം. അപ്പോ ആളെ നിവർത്തി നല്ല രീതിയിൽ കിടത്തണം. അതിനുശേഷം നമ്മള് എത്രയും പെട്ടെന്ന് തന്നെ കോൾ ആംബുലൻസ് വിളിക്കണം. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് 108 എന്ന് പറയുന്ന നമ്പർ, ഇപ്പൊ എല്ലാവർക്കും ഫോൺ ചെയ്യാൻ അറിയാൻ പാടില്ലേ? അപ്പൊ നമ്മള് കോൾ ആംബുലൻസ് നമ്പറിലേക്ക് വിളിക്കണം. അതിനുശേഷം നമ്മള് ഷോക്ക് ഏറ്റ ആളുടെ ശ്വാസവും അതുപോലെ തന്നെ നെഞ്ചിടിപ്പും പരിശോധിക്കണം. ശിശുദിനത്തോട് അനുബന്ധിച്ച് ഹെഡ് മിസ്ട്രസ് റോഷിനി ജോസഫ് ചാച്ചാജിയുടെ വേഷം ധരിച്ചാണ് എത്തിയത്. ഈ ശിശുദിനത്തിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സെന്റ് മേരീസ് എൽ പി സ്കൂൾ ഇതുപോലെ ചാച്ചാജിമാരോടൊപ്പം ഒരേ വേഷത്തിൽ അണിനിരക്കാനായിട്ട് കിട്ടിയ ഈ അവസരത്തിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ജയ് ചാച്ചാജി. മാനേജർ ഫാദർ ജോയ് കണ്ണമ്പുഴ കുട്ടികൾക്ക് സന്ദേശം നൽകി. നമ്മുടെ ദിവസമാണ് അല്ലേ? നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ചില ദിവസങ്ങളൊക്കെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. കൃഷിക്കാരുടെ ദിവസം, വാലന്റൈൻസ് ഡേ, ഡോക്ടേഴ്സ് ഡേ, നഴ്സസ് ഡേ, ഫാർമേഴ്സ് ഡേ, ടീച്ചേഴ്സ് ഡേ, അല്ലേ, പാരൻസ് ഡേ, ഇങ്ങനെ തുടങ്ങി മിക്കവാറും എല്ലാ വിഭാഗങ്ങളിലും പെട്ടവർക്കൊക്കെ ഓരോ ദിവസം അവരെ പ്രത്യേകം ഓർക്കാൻ, അവരെ പ്രത്യേകം സ്നേഹിക്കാൻ ഒക്കെ ഐക്യരാഷ്ട്ര സംഘടന നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ദിവസമാണ് ചിൽഡ്രൻസ് ഡേ. അതെന്താണ്? നവംബർ 14. ആ ദിവസത്തിന്റെ പ്രത്യേകതയൊക്കെ ഇതിനകം തന്നെ നമ്മൾ ഓർത്തു.
അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസ് വലിയകടവിൽ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു.